നമസ്കാരം. മാസപ്പടിയിൽ CPM വിറയ്ക്കുകയാണ്. AKG സെന്ററിലേക്കും അന്വേഷണം എത്തിയേക്കുമെന്ന് റിപ്പോർട്ടുകൾ. വീണയെ സംരക്ഷിക്കാൻ പ്രതിരോധ കോട്ടകൾ തീർക്കാൻ CPM തലങ്ങും വിലങ്ങും ഓടുന്നു. വീണയെ പൂട്ടാൻ ED ഇറങ്ങുമ്പോൾ പതറുകയാണ് മുഖ്യനും കുടുംബവും ഇടത് നേതാക്കളും. എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട മാസപ്പടി വിഷയത്തിൽ വീണ വിജയനെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേസെടുത്ത സാഹചര്യത്തിൽ എല്ലാവിധ മുൻകരുതലുകളും എടുക്കാൻ CPM EDയുടെ വരവിൽ ജാഗ്രതയോടെ ഇരിക്കുകയാണ് CPM. AKG സെന്ററിലും ക്ലിഫ് ഹൌസിലും പ്രതിരോധം തീർക്കും. വീണയ്ക്ക് മുൻകൂർ ജാമ്യമടക്കം എല്ലാ രക്ഷാമാർഗങ്ങളും തേടാൻ ആലോചന തുടങ്ങിയിരിക്കുകയാണ് CPM ഇടത് നേതാക്കൾ. സ്വന്തം മകൾ ജയിലിലേക്ക് പോകുന്നത് ഏതൊരച്ഛനെ പോലെയും മുഖ്യമന്ത്രി പിണറായി വിജയനും കണ്ടു നിൽക്കാനാകില്ല. അതുകൊണ്ട് തന്നെ വീണയെ സംരക്ഷിക്കാൻ പഠിച്ച പണികളെല്ലാം തന്നെ പയറ്റുകയാണ് സർക്കാർ. AKG സെന്ററിലേക്ക് പോലും ഈ അന്വേഷണം എത്തുമെന്ന സംശയം ഇപ്പോൾ CPMന് മുന്നിലുണ്ട്. വീണ വിജയന്റെ കമ്പനി ആദ്യം രജിസ്റ്റർ ചെയ്തത് AKG സെന്റർ വിലാസത്തിലായിരുന്നു. ഇതിന്റെ സാഹചര്യവും ഇതിനായി വീണ നൽകിയ രേഖകളുമെല്ലാം ED പരിശോധിക്കുമെന്നാണ് റിപ്പോർട്ട്. AKG സെന്ററിലേക്ക് അന്വേഷണ ഏജൻസികളെ കയറ്റില്ലെന്ന് CPM നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്ന കാര്യമാണ്. ക്ലിഫ് ഹൌസിലേക്ക് ED എത്തിയാൽ എന്തു ചെയ്യണമെന്നതും കൂട്ടായ തീരുമാനത്തിലൂടെ ആലോചിക്കുമെന്നാണ് CPM വൃത്തങ്ങൾ പറയുന്നത്. ബിനീഷിന്റെ അറസ്റ്റിന് പിന്നാലെ കോടിയേരി ബാലകൃഷ്ണന്റെ തിരുവനന്തപുരത്തെ വീട് റെയ്ഡ് ചെയ്യാൻ ED സംഘം എത്തിയപ്പോൾ പ്രതിരോധിക്കാൻ പോലീസിനെ മുതൽ ബാലാവകാശ കമ്മീഷനെ വരെ രംഗത്തിറക്കിയിരുന്നു അന്ന് സർക്കാർ. വേണ്ടിവന്നാൽ ഈ മട്ടിലുള്ള പ്രതിരോധങ്ങളും പ്ലാൻ ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ. ക്ലിഫ് ഹൌസും പരിസരവും കനത്ത പോലീസ് സുരക്ഷയിലാണ് ഇപ്പോഴും ഉള്ളത്. ഈ സാഹചര്യത്തിൽ EDയെ വേണമെങ്കിൽ പോലീസിന് തടയാം. കോടതി വാറണ്ടുമായി ED എത്തുമ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് തിരിച്ചടിയാകുമെന്ന അഭിപ്രായവുമൊക്കെ CPMലുണ്ട്. എന്നാൽ വ്യക്തമായ നിയമോപദേശം തേടിയാകും ഇനി ഓരോ ചുവടുവെപ്പും CPM അല്ലെങ്കിൽ ഇടതു നേതാക്കൾ വെക്കുന്നത്. ഡൽഹി പോലീസ് കേന്ദ്ര സർക്കാരിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലായതിനാൽ ഇത്തരം പ്രതിരോധമൊന്നും കൂടാതെ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ അനായാസം കസ്റ്റഡിയിലെടുക്കാൻ സാധിച്ചിരുന്നു. എന്നാൽ ഇവിടെ അത്തരം സാഹചര്യം ഉണ്ടായാൽ ബംഗാൾ മോഡൽ മുന്നിലുണ്ട്. 2019 ശാരദാ ചിട്ടിക്കേസ് അന്വേഷണത്തിനിടെ കൊൽക്കത്ത സിറ്റി പോലീസ് കമ്മീഷണറെ ചോദ്യം ചെയ്യാനെത്തിയ CBI ഉദ്യോഗസ്ഥരെ ലോക്കൽ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും മമതാ ബാനർജി നേരിട്ട് രംഗത്തിറക്കി വിഷയങ്ങളിൽ ഇടപെടുകയും ചെയ്തത് രാജ്യം മുഴുവൻ ശ്രദ്ധിക്കപ്പെട്ട ഒരു സംഭവമായിരുന്നു. അതുപോലെ തന്നെ ഇവിടെയും ലോക്കൽ പോലീസിന്റെ സമ്പൂർണ്ണ നിയന്ത്രണം സർക്കാരിനും മുഖ്യമന്ത്രിക്കും മേലുണ്ട്. നിയമപരമായ പരിധികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ഈ സാഹചര്യം പരമാവധി പ്രയോജനപ്പെടുത്തി കേന്ദ്ര ഏജൻസികളെ പ്രതിരോധത്തിലാക്കാനുള്ള ശ്രമങ്ങൾ ഇവിടെ ഉണ്ടാകും. അപ്പോഴും കോടതികളിൽ നിന്നും തിരിച്ചടി ഉണ്ടാകാതിരിക്കാനാണ് സർക്കാർ ശ്രദ്ധിക്കുക. ആദായ നികുതി സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് വീണയ്ക്കെതിരായ അന്വേഷണമെല്ലാം തന്നെ നടക്കുന്നത്. ഈ ഉത്തരവിനെ കരിമണൽ കമ്പനിയായ CMRL ചോദ്യം ചെയ്യാതെ പിഴയടച്ച് തലയൂരിയതാണ്. അതുകൊണ്ട് തന്നെ ആ ഉത്തരവിലെ നിരീക്ഷണങ്ങളെ കരിമണൽ കർത്തയ്ക്കോ മറ്റാർക്കുമോ തള്ളിപ്പറയാൻ കഴിയില്ലെന്ന വിലയിരുത്തൽ പല കോണുകളിൽ നിന്നും ഉയരുന്നുണ്ട്. ഈ സാഹചര്യവും മുഖ്യമന്ത്രിയുടെ മകൾക്ക് പ്രതികൂലമാണ്. വീണയുടെ കമ്പനിക്ക് സേവനം വാങ്ങാതെ പണം കൊടുത്തുവെന്ന ബോർഡിന്റെ ഉത്തരവിലെ ഭാഗവും അതുകൊണ്ട് തന്നെ പ്രസക്തമാണ്. ഇതെല്ലാം പരിഗണിച്ച് വിശദ നിയമോപദേശം സുപ്രീം കോടതിയിലെ ചില മുതിർന്ന അഭിഭാഷകരിൽ നിന്നും മുഖ്യമന്ത്രിയുടെ കുടുംബം തേടും. കോടതിയുടെ അനുകൂല തീരുമാനം ഉണ്ടായില്ലെങ്കിൽ വീണ അറസ്റ്റിലാകുമെന്ന യാഥാർത്ഥ്യം മുഖ്യമന്ത്രിയും തിരിച്ചറിയുന്നുണ്ട്. ഏതായാലും വീണ വിജയനെ കേന്ദ്ര ഏജൻസികൾക്ക് വിട്ടുകൊടുക്കുന്നില്ലെന്ന് തന്നെയാണ് സർക്കാർ തീരുമാനം. മുൻകൂർ ജാമ്യം അടക്കം എല്ലാ സാധ്യതകൾ തേടും. നേരത്തെ കർണാടക കോടതിയിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിനെതിരെ വീണ ഹർജി നൽകിയിരുന്നു. അത് മുൻപേ പരാജയപ്പെട്ട നീക്കമായിരുന്നു. അതുകൊണ്ട് തന്നെ നിയമ പോരാട്ടത്തിൽ ഇനി പഴുതുകൾ ഉണ്ടാകുന്നില്ലെന്ന് ഉറപ്പാക്കേണ്ടി വരും. മുന്നോട്ടുള്ള ഓരോ നീക്കവും അങ്ങനെ തന്നെയായിരിക്കും. മുഖ്യമന്ത്രി പിണറായി വിജയനുമായി CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ സ്ഥിതിഗതികൾ ചർച്ച ചെയ്തു. ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയും മുഖ്യമന്ത്രിക്ക് എല്ലാ പിന്തുണയും അറിയിച്ചിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ.